ഇന്ത്യൻ സിനിമയുടെ ദുരവസ്ഥ എന്ന് കണ്ടോണേ. ഒരു അവാർഡിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന നടന്മാരെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇപ്പോൾ RSSൻ്റെ പരിപാടിയിൽ നിന്ന് പോയി പങ്കെടുക്കണം, അവാർഡ് തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട, മറ്റേ ആൾ ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ആ മറ്റേ ആൾ RSSൻ്റെ പരിപാടി പങ്കെടുക്കുകയും ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുകയും ചെയ്തു. ആ ഫോട്ടോ ഇപ്പോഴും അയാളുടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അയാൾക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു. അതാണ് അവസ്ഥ. നാഷണൽ അവാർഡ് എനിക്ക് കിട്ടാതായപ്പോൾ എന്തുകൊണ്ടാണ് സൗമ്യമായി പ്രതികരിച്ചതെന്നാണ് അഭിമുഖകാരൻ ചോദിക്കുന്നത്. ഞാൻ ഉറക്കെ പറയണമെന്നുണ്ടായിരുന്നു. ഉറക്കെ പറഞ്ഞ് ചിലപ്പോൾ നാളെ മുതൽ എൻ്റെ വീട്ടിൽ ED വരും എന്ന് ബ്ലെസ്സിയെ പോലെ സീനിയറായിട്ടുള്ള സംവിധായകൻ പറയുകയാണ്. ഇത് ഇന്നത്തെ സിനിമയുടെ, ഇന്ത്യയിലെ സിനിമയുടെ ഒരു ദുരവസ്ഥയാണ്. ഇപ്പോൾ ദേശീയ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു ക്രെഡിറ്റായിട്ടായിരുന്നു ആളുകൾ എടുത്തുകൊണ്ടിരുന്നത്. നോക്കുക, മമ്മൂട്ടിക്ക് 3 പ്രാവശ്യം കിട്ടി, മോഹൻലാലിന് 4 പ്രാവശ്യം കിട്ടി, അല്ലെങ്കിൽ കമലഹാസന് 5 പ്രാവശ്യം കിട്ടി, ഇങ്ങനെയൊക്കെ പറയുന്നത് അത് അവർ സ്വയം ഒരു ക്രെഡിറ്റായിട്ട് ഭരത് മമ്മൂട്ടി, ഭരത് മോഹൻലാൽ എന്നൊക്കെ പറയാൻ തക്ക അതൊരു ക്രെഡിറ്റായിരുന്നു. ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയാം. ഇന്ന് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഭരണകൂടത്തിനോട് വിധേയപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ, അവരിൽ ചില സിനിമകൾ പിടിച്ച ആൾക്കാരുണ്ട്, സംവിധായകരുണ്ട്. അവർ നടന്മാരെയും സംവിധായകന്മാരെയും സമീപിച്ചിട്ട് പറയും, വരൂ നാഷണൽ അവാർഡ് തരാം, വേറെ ഒന്നും ചെയ്യേണ്ട, RSSൻ്റെ 2 പരിപാടിയിൽ പങ്കെടുക്കുക, ആ ഫോട്ടോയൊന്നും എടുത്ത് ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഇടുക, സെറ്റാക്കാം. അങ്ങനെ മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടനോട് വേറൊരു സിനിമയുടെ സംവിധായകൻ പോയി പറഞ്ഞു. അപ്പോൾ ആ സിനിമയിലാകട്ടെ 2 നടന്മാരാണ്, 2 പേർക്കും തുല്യ പ്രധാനമുള്ള 2 നടന്മാരാണ്. അപ്പോൾ RSSൻ്റെ പരിപാടിയിൽ നിന്ന് പോയി പങ്കെടുക്കണം, അവാർഡ് തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട, മറ്റേ ആൾ ചോദിച്ചു നോക്കുന്നു. ആ മറ്റേ ആൾ RSSൻ്റെ പരിപാടി പങ്കെടുക്കുകയും ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുകയും ചെയ്തു. ആ ഫോട്ടോ ഇപ്പോഴും അയാളുടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അയാൾക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു. അതാണ് അവസ്ഥ. അപ്പോൾ അത്രമാത്രം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട, അത്രമാത്രം സ്വജനപക്ഷപാതിത്വമുള്ളൊരു മേഖലയായി നാഷണൽ അവാർഡ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ നാഷണൽ അവാർഡിലേക്ക് മലയാളത്തിലൊരു പ്രധാന താരം സിനിമകൾ അയക്കുന്നില്ല. ആ താരത്തെയും ഈ പറയുന്ന ഈ മേപ്പടിയാന്മാർ പോയി കണ്ടിട്ട് നിങ്ങളൊരു RSS പരിപാടിയിൽ പങ്കെടുക്കണം, ഒരു ഫോട്ടോ ഇടണം എന്ന് പറഞ്ഞു. ആ മഹാനായ നടൻ അതിൽ പങ്കെടുത്തു, പക്ഷേ ഫോട്ടോ എടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവാർഡും കിട്ടിയില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീലിങ്ങുകളാണ് നാഷണൽ അവാർഡിൻ്റെ പേരിൽ നടക്കുന്നത്. അപ്പോൾ നാഷണൽ അവാർഡിന് കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ മിണ്ടാതിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും നല്ല ബുദ്ധി. ബുദ്ധിമാന്മാർ അങ്ങനെയാണ് ചെയ്യുക. അതിനെതിരെ ഒച്ച വെച്ച് വെറുതെ, ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ ED വന്നതുപോലെ വെറുതെ ED വിളിച്ചു വരുന്നത് എന്തിനാണ്? അത് ഒരു ക്രെഡിറ്റ് അല്ല. അവാർഡ് കിട്ടുക എന്നുള്ളത് ഇന്ന് ഒരു സംവിധായകനെ സംബന്ധിച്ച് ഒരു ക്രെഡിറ്റേ അല്ല. അവാർഡ് കിട്ടാതിരിക്കുക